ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ആ ഇന്ത്യയെ ഉയർത്തി കാണിക്കുമ്പോഴും ജാതീയമായ വിഭജനങ്ങൾ പല മേഖലകളിലും ഇന്ത്യയെ നിലനിൽക്കുന്നു. ചില സർക്കാർ സംവിധാനങ്ങൾ പോലും ജാതീയമായ വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പതിറ്റാണ്ടുകൾ ശേഷവും ആ വിവേചനം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ മുന്നോട്ടുള്ള പോക്കിലും ജാതി വിവേചനത്തിന് മാറ്റമൊന്നും വന്നില്ല എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധി. ജയിലുകളിൽ തടവുകാരിൽ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നുള്ള സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ പല മേഖലകളിലും അത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജയിലുകളിൽ ജാതീയമായ വേർതിരിവ് നിലനിൽക്കുന്നു എന്നും അവിടെ ഒരു തടവുള്ളി ചെല്ലുമ്പോൾ അയാൾ ജാതിയുടെ കാളം പൂരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലും സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. അത് ഇനിമേലാൽ അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ വിവേചനം, ജയിലുകളിലെ ഈ വിവേചനം, ജാതിപരമായ വിവേചനം പാടില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 17, 21, 23 എന്നീ വകുപ്പുകൾ പ്രകാരം ഒരു ഇന്ത്യയുടെ പൗരന് ഉറപ്പ് നൽകുന്ന പൗരാവകാശ നിയമങ്ങൾ ധ്വംസിക്കുന്നതാണ് ഈ ജയിലുകളിലെ ജാതീയമായ വിവേചനങ്ങൾ. അതാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇത് പലരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. ജയിലുകളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട തടവുകാർക്ക് ശുചീകരണം, തൂത്തുവാരൽ, അതുപോലുള്ള ചില താഴേക്കടയിലുള്ള ചില ജോലികളാണ് നൽകുന്നത്. അതേസമയം ഉയർന്ന ജാതിയിൽപ്പെട്ട തടവുകാർക്ക് പാചകം മുതലുള്ള മുകളിലോട്ടുള്ള ജോലികളാണ് നൽകുന്നത്. ഇത് ജാതീയമായ ഒരു വേർതിരിവ്, ഒരു അതിർവരമ്പ് ജയിലുകളിൽ നിലനിൽക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു വിധിയിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ജാതീയമായ വേർതിരിവുകൾ. അത് ജയിലുകളിൽ മാത്രമല്ല, പല മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ, അത് സിനിമാ രംഗത്തായാലും നാടക രംഗത്തായാലും അതുപോലുള്ള സാഹിത്യ രംഗത്തായാലും ജാതീയമായ വിഭാഗീയത നിലനിൽക്കുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും പലരും പരാതിപ്പെട്ടിട്ടുള്ളതാണ്. എന്തിന് അവാർഡുകൾ നിർണ്ണയിക്കുന്നതിൽ പോലും ജാതീയമായ വേർതിരിവ്, മതപരമായ വേർതിരിവ് ഒക്കെ നിലനിൽക്കുന്നു എന്ന് പലപ്പോഴും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന് അവസാനത്തെ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അനൗദ്യോഗികമായ ചർച്ചയിൽ ആ രംഗത്തുള്ള സിനിമാ മേഖലയിലുള്ള ചില പരാതിപ്പെട്ടത്. അത് ജയിലിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലെ തന്നെ ഇത് ജാതീയമായ വേർതിരിവ് നിലനിൽക്കുന്ന പല മേഖലകളിലും അത് ഇല്ലാതാക്കുന്നതിനുള്ള, അവിടെ ജാതീയമായ വേർതിരിവ് ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ
അത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ കേരളീയ ദർശന് പറയാനുള്ളത്.